എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ട്യൂഷൻ സെന്റർ. നമ്മുടെ CBSE സിലബസിലെ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് ആണ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സസൈസ് 1.2ലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എക്സസൈസ് 1.2ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഇന്റിജേഴ്സ് ആൻഡ് വെരിഫൈ ദാറ്റ് LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. അല്ലേ, നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് രണ്ട് നമ്പേഴ്സിന്റെ LCMഉം HCFഉം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ LCMഉം HCFഉം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് 26 ആൻഡ് 91 ആണ്. ഓക്കെ, 26 ആൻഡ് 91. അപ്പോൾ നമുക്കിത് എങ്ങനെയാ ചെയ്യാം? 26നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 26നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 × 13. Okay, 26 equal to 2 × 13. Okay, 2 raised to 1 × 13 raised to 1 അങ്ങനെ എഴുതാം അല്ലേ. ഇനി 91നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 91നെ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കൂ. 91നെ ചെയ്യുമ്പോൾ 7 × 13. അപ്പോൾ നമുക്ക് 7 raised to 1 × 13 raised to 1 അങ്ങനെ കിട്ടുക അല്ലേ. അപ്പോൾ ഇനി നമുക്ക് HCF കണ്ടുപിടിക്കാം. HCF എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവേഴ്സ് ഓഫ് ദ കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ നമ്പേഴ്സ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന പ്രൈം ഫാക്ടേഴ്സ് ഏതാണ്? 2 അല്ല അല്ലേ, 2 ഇതിലുണ്ട്, ഇതിലില്ല. 13 കോമൺ ആണ്. കോമൺ ആയിട്ട് വരുന്നതിൽ സ്മോളസ്റ്റ് രണ്ടും 13 raised to 1 ആണ്. അപ്പോൾ നമുക്ക് 13 raised to 1 തന്നെ എടുക്കാം. അപ്പോൾ HCF എന്ന് പറയുന്നത് എന്താണ്? 13. ഇനി LCM എങ്ങനെ കണ്ടുപിടിക്കാം? LCM ഈക്വൽ ടു എങ്ങനെയാണ്? LCM ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഹയസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. അപ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. അപ്പോൾ 2 നോക്കൂ, 2 ഒരെണ്ണേ ഉള്ളൂ അല്ലേ, അതിന്റെ ഹയസ്റ്റ് പവർ അത് തന്നെയാണ് അല്ലേ. 2 raised to 1 × 13 നോക്കൂ. 13 രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ രണ്ടിന്റെയും പവർ സെയിം ആണ്. അപ്പോൾ നമുക്ക് 13 raised to 1 ഒരെണ്ണം എടുത്താൽ മതി. ഇനി 7ഉം ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ 7 raised to 1. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? LCM 2 × 13 × 7. 2 × 13 × 7 is 182. അപ്പോൾ HCF ഈക്വൽ ടു 13ഉം അതുപോലെ LCM ഈക്വൽ ടു 182ഉം കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇനി നമുക്കിതിനെ വെരിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ എങ്ങനെയാ വെരിഫൈ ചെയ്യാം? ഓക്കെ, HCF ഓഫ് ടു നമ്പേഴ്സ്. HCF ഓഫ് ഇവിടെ നമ്മുടെ ടു നമ്പേഴ്സ് 26 ആൻഡ് 91 ഇൻറ്റു LCM ഓഫ് 26 ആൻഡ് 91 ഈക്വൽ ടു 26 × 91 ആണോ എന്ന് നോക്കാം. ഓക്കെ, HCF ഓഫ് 26 ആൻഡ് 91 എന്ന് പറയുന്നത് 13 × 182 ഈക്വൽ ടു 26 × 91 ആണോ എന്ന് നോക്കുക. ഓക്കെ ആണോ? LCM × HCF എന്ന് പറയുന്നത് 182 × 13 എന്ന് പറയുന്നത് 2366 ആണ്. ഇത് തന്നെയാണ് നമുക്ക് 26 × 99 ചെയ്യുമ്പോൾ കിട്ടുന്നത് 2366. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്, നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ LCMഉം HCFഉം കണ്ടുപിടിച്ചിട്ട് അതിനെ വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ നമ്പേഴ്സ് 5, 10 and 92. 510 and 92. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് നമ്പേഴ്സിനെയും
ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, സോ 510നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കാം. 2 വെച്ചിട്ട് ചെയ്യാം. 2 വെച്ചിട്ട് ചെയ്യുമ്പോൾ 255 ആണ് കിട്ടുക. അഗെയിൻ നമ്മൾ ഇതിനെ 5 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 51 കിട്ടും. ഇനി നമുക്ക് 92നെ ഫാക്ടറൈസ് ചെയ്യാം. 92നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2 വെച്ചിട്ട് ചെയ്യാം. 2 വെച്ചിട്ട് ചെയ്യുമ്പോൾ 46 കിട്ടും. അഗെയിൻ ഇതിനെ നമുക്ക് 2 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 23 കിട്ടും. ഓക്കെ, 23 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഇതിനെ ഇനി ഫർദർ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് 510നെ എങ്ങനെ എഴുതാം? 510നെ 2 raised to 1 into 5 raised to 1 into 51 raised to 1. 92നെ എങ്ങനെ എഴുതാം? 2 raised to 2 into 23. ഇനി HCF. HCF എന്താണ്? HCF of these two numbers? Smallest power of common product of the smallest power of common factors in the numbers. Okay, അപ്പോൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതിൽ ഏതാണ്? നമ്മുടെ 2 മാത്രമേ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളൂ അല്ലേ? ഈ 2 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അതിൽ സ്മോളസ്റ്റ് പവർ ഏതിനാണ്? 2 raised to 1-നാണ്. അപ്പോൾ ഇവിടെ 2 ആണ് HCF. ഓക്കെ, 2 ആണ് HCF ആയിട്ട് വരുന്നത്. ഇനി LCM എന്താണ്? ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പർ. ആദ്യത്തെ പ്രൈം ഫാക്ടർ നമ്മൾ 2 എടുത്തു. 2ന്റെ ഗ്രേറ്റസ്റ്റ് പവർ ഇവിടെ 2 raised to 2 ആണ്. 2 raised to 2 into 5ന് ഒരെണ്ണേ ഉള്ളൂ. 5 raised to 1 into 51 raised to 1 into 23 raised to 1, which is equal to, അതിൻ്റെ ആൻസർ എന്താണ്? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 23460 കിട്ടും. LCM of these two numbers. ഇനി അടുത്തത് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണേ? വെരിഫൈ ചെയ്യാ. വെരിഫിക്കേഷൻ എങ്ങനെയാ വെരിഫൈ ചെയ്യാ? HCF into LCM is equal to product of these two numbers ആണോ നോക്കാം. പ്രോഡക്റ്റ് എന്താണ്? അപ്പോൾ HCF of these two numbers, ആ നമ്പർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് HCF of 510 and 92 into LCM of 510 and 92 equal to 510 into 92 ആണോ നോക്കാം. HCF എന്താണ് ഇവിടെ? 2 into 23460 equal to 510 into 92 ആണോ എന്ന് ചോദിക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 23,460 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 46920 കിട്ടും. 46920. ഇതുപോലെ തന്നെ 510 into 92 എന്ന് പറയുന്നതും 46920 കിട്ടും. അപ്പോൾ രണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈസി അല്ലേ ഈ മെത്തേഡ്? അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. തേർഡിലെ നമ്പേഴ്സ് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ തേർഡ് സബ് ഡിവിഷൻ. ഓക്കെ, അതിലെ നമ്പേഴ്സ് 336 and 54. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 336 ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 വെച്ചിട്ട് ചെയ്യാം. 2 വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 168 കിട്ടും. അഗെയിൻ നമുക്കിതിനെ 2 വെച്ചിട്ട് ചെയ്യാം. 2 വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 84 കിട്ടും. അഗെയിൻ 2 വെച്ചിട്ട് ചെയ്യാം. 42 കിട്ടും. അഗെയിൻ 2 വെച്ചിട്ട് ചെയ്യാം. 21 കിട്ടും. 21 കിട്ടുമ്പോൾ നമ്മൾ 3 വെച്ചിട്ട് ചെയ്യാം. 7 കിട്ടും. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 54നെ എന്താ വെച്ചിട്ട് ആദ്യം ചെയ്യാം? 2 വെച്ചിട്ട് തന്നെ ചെയ്യാം അല്ലേ? 27 കിട്ടും. 27നെ നമ്മൾ 3 വെച്ചിട്ട് ചെയ്യാം. 9. അഗെയിൻ 3 വെച്ചിട്ട് ചെയ്യാം. ഓക്കെ,
അപ്പം നമുക്ക് 336 എങ്ങനെ എഴുതാം? 336 ഈക്വൽ ടു എത്ര 2 ഉണ്ട്? 1 2 3 4 അല്ലേ? അപ്പോൾ നമുക്ക് 2⁴ ഇൻറ്റു 3⁻1 ഇൻറ്റു 7⁻1 എന്ന് എഴുതാം. 54 എങ്ങനെ എഴുതാം? ഒരു 2 എഴുതി 2⁻1 ഇൻറ്റു 3⁻3 3 3 ഉണ്ട് അല്ലേ? അപ്പോൾ 3⁻3 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിൻ്റെ HCF കണ്ടുപിടിക്കാം. HCF എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ഓഫ് each common factor in the numbers. Okay, each common factor in the numbers. അപ്പോൾ ഇതിൽ ഏതാ കോമൺ ആയിട്ട് വരുന്നത്? 2ഉം കോമൺ ആണ്, 3ഉം കോമൺ ആണ് അല്ലേ? അപ്പോൾ 2 ആദ്യം 2 എടുക്കാം. 2ൽ സ്മോളസ്റ്റ് പവർ ഏതാ? 2⁻1. അപ്പോൾ ആ 2⁻1 എഴുതാം. ഇനി അടുത്ത കോമൺ സംഭവം 3 ആണ്. 3ൽ ഏതാണ് സ്മോളസ്റ്റ് പവർ? 3⁻1. അപ്പോൾ HCF എന്ന് പറയുന്നത് 2⁻1 ഇൻറ്റു 3⁻1 ആണ്. അതായത് 2 ഇൻറ്റു 3 6. ഇനി LCM എന്തായിരിക്കും? അതിൽ ഈച്ച് പ്രൈം ഫാക്ടറിന്റെ ഹയസ്റ്റ് പവേഴ്സിന്റെ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ 2 എടുത്തു. 2ലെ ഹയസ്റ്റ് പവർ ഏതാ? 2�4 ഇൻറ്റു 3. 3ലെ ഹയസ്റ്റ് പവർ ഏതാ? 3�3 ഇൻറ്റു 7⁻1. അപ്പോൾ LCM ആയിട്ട് വരുന്നത് 2⁴ ഇൻറ്റു 3⁻3 ഇൻറ്റു 7⁻1. 2⁴ വരുന്നത് 16 ഇൻറ്റു 27 ഇൻറ്റു 7. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 432 ഇൻറ്റു 7 വിച്ച് ഈസ് ഈക്വൽ ടു 3024. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വെരിഫിക്കേഷൻ. എങ്ങനെയാ വെരിഫൈ ചെയ്യാ? HCF ഓഫ് 336 and 54 into LCM of 336 and 54 equal to 336 into 54 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലേ? അപ്പോൾ HCF ഓഫ് ദീസ് ടു നമ്പേഴ്സ് എന്താണ്? 6. LCM എത്രയാണ്? 3024. ഇത് ഈക്വൽ ടു 336 ഇൻറ്റു 54 ആണോ നോക്കാം. അപ്പോൾ 6 ഇൻറ്റു 3024 മൾട്ടിപ്ലൈ ചെയ്യാം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18144 18144 എന്നാണ് കിട്ടുക. ഇനി 336 ഇൻറ്റു 54 ചെയ്ത് നോക്കാം. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18144. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽ ടു RHS. So we have verified our answer. Okay, verification done. Okay, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? രണ്ട് നമ്പേഴ്സിന്റെ HCFും LCMും എങ്ങനെ കണ്ടുപിടിക്കാം, അതിനെ എങ്ങനെ വെരിഫൈ ചെയ്യാം, അതിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ തൊട്ടിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽ ബട്ടണിലും അമർത്തുക. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.